സാക്ഷാൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അതേ നിറവും ഗാംഭീര്യവുമുള്ള രൂപസാദൃശ്യം. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ. അക്കാലത്ത് അടിമ സ്ത്രീകളിൽ ജനിച്ചിരുന്ന മക്കളെക്കുറിച്ച് സമൂഹത്തിനുണ്ടായിരുന്ന മോശം കാഴ്ചപ്പാടുകളെ സ്വന്തം അറിവ് കൊണ്ടും തഖ്വ കൊണ്ടും വിനയം കൊണ്ടും ആ അഭിപ്രായങ്ങളെയെല്ലാം കീഴ്മേൽ മറിച്ച അത്ഭുതകരമായ വ്യക്തിത്വത്തിനുടമ ഇമാം സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റഹ്മത്തുള്ളാഹി അലൈഹി. അറിവിൻ്റെയും വിനയത്തിൻ്റെയും മഹത്തായ പാരമ്പര്യം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ് സാലിം ജനിക്കുന്നത്. മദീനയിലെ 7 ഫുഖഹാക്കളിൽ ഒരാളായ ഇദ്ദേഹം വലിയൊരു അറിവിൻ്റെ സ്രോതസ്സായിരുന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണപരമായ തീരുമാനങ്ങളും ഫിഖ്ഹിലെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളും ലോകത്തോട് കൃത്യമായി കൈമാറിയത് സാലിമാണ്. അദ്ദേഹം രൂപീകരിച്ച അൽ അഹ്കാം അൽ ഉമരിയ എന്ന ഫിഖ്ഹ് സിദ്ധാന്തങ്ങളാണ് പിൽക്കാലത്ത് മദീനൻ ഫിഖ്ഹിൻ്റെ പ്രധാന ഘടനയായി മാറിയത്. ഇമാം മാലിക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: എൻ്റെ കാലത്ത് പൂർവികരായ സ്വാലിഹ്യങ്ങളോട് ഏറ്റവും സാദൃശ്യമുള്ള സാലിമിനേക്കാൾ വലിയൊരു സാഹിദിനെ ഞാൻ കണ്ടിട്ടേയില്ല എന്ന്. വലിയൊരു കുടുംബ പാരമ്പര്യം ഉണ്ടായിട്ടും വളരെ ലളിതമായ ജീവിതമാണ് സാലിം നയിച്ചത്. ഒരിക്കൽ ഖലീഫ ഹിഷാം കഅബയിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തോട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ നിവർത്തിച്ചു തരാമെന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് അള്ളാഹുവിനോടല്ലാതെ മറ്റൊരാളോട് ചോദിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് സാലിം മറുപടി പറയുന്നത്. അങ്ങനെയെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സാലിമിനോട് സംസാരിക്കാമെന്നായി ഖലീഫ. പള്ളിക്ക് പുറത്തിറങ്ങി തന്നോട് സംസാരിക്കുന്ന ഖലീഫയോട് അദ്ദേഹം പറയുന്നത്, ദുനിയാവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുവിനോട് പോലും ഞാൻ ദുനിയാവ് ചോദിച്ചിട്ടില്ല, എന്നിട്ടാണോ ദുനിയാവിൻ്റെ ഉടമസ്ഥനല്ലാത്ത താങ്കളോട് ഞാൻ ദുനിയാവിൽ ഒരാവശ്യം ചോദിക്കുന്നത് എന്ന്. ഹിജർ വർഷം 106 ദുൽഹജ്ജ് മാസത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന ഖലീഫ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് തന്നെയാണ് മദീനയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും പിന്നീട് അദ്ദേഹത്തെ ജന്നത്തുൽ ബഖീഇലാണ് അടക്കം ചെയ്യുന്നത്. ലളിത ജീവിതം കൊണ്ട് ലോക ചരിത്രത്തെ തന്നെ കീഴടക്കിയ ഇമാം സാലിമിൻ്റെ പരലോക ജീവിതം അള്ളാഹു ധന്യമാക്കുമാറാകട്ടെ.